നമ്മൾ പാണ്ടിക്കാട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 46 കിലോമീറ്റർ പോകുന്നു. ഇനിയാണ് നമ്മുടെ കടമ്പ. നാടുകാൻ ചുരം കയറാനാണ് അടുത്ത നമ്മുടെ ടാസ്ക്. ചുരം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അത്യാവശ്യം നല്ല വെയിലുണ്ട്. എപ്പോഴും അവിടെ എത്താമെന്നും പറയാൻ പറ്റില്ല. ഇവിടെയുള്ള കുറച്ച് പേര് ഫ്രണ്ടിലുണ്ട്, കുറച്ച് പേര് ബാക്കിലുണ്ട്. ഡോറെ കാക്കാ ഡോർ അടഞ്ഞിട്ടില്ല, ഈ ഡോർ അടഞ്ഞിട്ടില്ല. മെല്ലെ ഇങ്ങനെ പോവാം. അങ്ങനെ നമ്മളെ നൗഫൽ വീണ്ടും നമ്മളൊപ്പം കൂടിയിട്ടുണ്ട്. നൗഫൽ ആദ്യം ഫ്രണ്ടിൽ പോയിന്നാ. ചുരത്തിൻ്റെ ക്ലൈംബ് കാരണം അവൻ സ്ലോ ആയി. തീരെ വയ്യ പാവത്തിന് ഇപ്പോൾ ചവിട്ടാനൊന്നും. കോട്ടക്കൽ സൈക്ലിംഗ് ക്ലബ്ബിൽ 50,000 മേലെ ചവിട്ടിയ മഹാനാണ് ഈ പോണത്. കണ്ടാൽ പറയില്ല. 50,000 ചവിട്ടി എന്ന് പറഞ്ഞാൽ അത് സമ്മതിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഏകദേശം 6 കൊല്ലമായിട്ട് 27,000 ചവിട്ടിയിട്ടുള്ളൂ. ഇപ്പോൾ 3 കൊല്ലം കൊണ്ടാണ് ഈ മഹാൻ 50,000 മുകളിൽ ഏകദേശം 57-60 ആയിട്ടുണ്ടാവും. കറക്റ്റ് എത്രയായി നോഫിനെ? 59 59,000 കിലോമീറ്റർ ഇപ്പോൾ ഈ സൈക്കിൾ വന്ന് ചവിട്ടി. ഈ സൈക്കിൾ വന്ന് സെക്കൻഡ് ഹാൻഡ് വാങ്ങിയ സൈക്കിളാണ്. 10-12 റുപ്യ എടുത്ത് സെക്കൻഡ് ഹാൻഡ് വാങ്ങിയിട്ട് അതും വേണം ഇനി 59,000 കിലോമീറ്റർ ചവിട്ടി. ലാസ്റ്റ് വില ഊട്ടിയിലും മത്സരത്തിൽ പങ്കെടുത്തിരുന്നു. ആള് ചില്ലറക്കാരനല്ല. ഏത് കയറ്റവും ആൾ കയറും. ഓരോ 2 കിലോമീറ്റർ കൂടുമ്പോഴും ആൾക്ക് 2 പൊറോട്ട ഇങ്ങനെ ചുരുട്ടി കൊടുത്താൽ എത്ര വേണമെങ്കിലും ആൾ പോകും. എന്താണ് ഇറക്കം വന്നോ? ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം 7 കിലോമീറ്ററായി. 7 കിലോമീറ്ററിൽ ഫസ്റ്റ് ടെസ്റ്റ് പോയിന്റ്. നമ്മളൊപ്പണ്ടേ ഇല്ല, പോയിന്റിലൊക്കെ ഒന്ന് വീഡിയോസൊക്കെ എടുത്ത് പോകുന്നതാണ്. പീസ് പീസാക്കി പറയാം. ഉഷാറാണ്. എത്ര ആളല്ലത് അതൊന്നും കണക്കൂട്ടി ഇന്നലെ അതല്ലേ എങ്ങനെ ഇത് ചെറിയ പീസൊക്കെ ഇങ്ങനെ എടുത്താ പോരെ? ഉപ്പ് ഇട്ടിട്ടുള്ള വത്തക്ക ശരിക്ക് കുരുമുളക് പൊടി കൂടെ വേണം. ഇങ്ങനെ തൽക്കാലം ഉപ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം.
ഇതാണ് ഞാൻ പറഞ്ഞ ആളിട്ടോ. നേരത്തെ സൈക്കിളിൻ്റെ കഥ പറഞ്ഞില്ലേ, 59,000 കിലോമീറ്റർ ഓട്ടിയ ആൾ, പേര് നൗഫൽ. ഞങ്ങളൊക്കെ ഇരുമ്പ് മനുഷ്യൻ എന്നാണ് ഇയാളെ പറയാറ്. എൻ്റെ സൈക്കിൾ എവിടെ? എൻ്റെ സൈക്കിൾ എവിടെ? ആ അതാ, ഇതാണ് ഞാൻ എൻ്റെ പറഞ്ഞ സൈക്കിള്. ഈ 12,000 വാങ്ങിയത്? 12,000 രൂപയ്ക്ക് വാങ്ങിയിട്ട് ഇപ്പോൾ 59,000 കിലോമീറ്റർ അതിന് കവർ ചെയ്തു. ഇത് ഫയർഫോക്സിൻ്റെ കമ്പനിക്കാരായിരുന്നു അവനെ വിളിച്ച് നല്ലൊരു സ്വീകരണമൊക്കെ കൊടുത്തു. അല്ലേ ഞങ്ങൾക്ക് പോനെ ചെറുത്തുമ്പോൾ കിട്ടുന്ന ചെറിയൊരിറക്കാണ്. ഇപ്പം ഇറക്കം കിടുമ്പോൾ വേറൊരു ഫീലാണ്. ഇവിടുന്നോ? അങ്ങനെ നമ്മൾ നാടുകാണി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഇനി പന്തല്ലൂർ റോഡിലോട്ട് തിരിയാണ്. പന്തല്ലൂർക്ക് 11 കിലോമീറ്റർ റോഡ്. അത് മെല്ലാണ് കയറാൻ നമുക്ക്. ക്ലെയിമ്പൊന്നൊരു പ്രശ്നമാക്കില്ല, തണലുണ്ടായാൽ മതി. വെയിൽ കുറഞ്ഞിട്ടുള്ള ക്ലെയിമ്പാണെന്ന് വെച്ചാൽ ഒരു പ്രശ്നമല്ല, ഒരു ലെവലിങ്ങനെ പോകും. വെയിൽ വന്നാലുള്ളൂ നമ്മളെ ബാധിക്കുക. ഓ ഒരാളിത് എടുക്കുക, ഒരാൾ ചോറ് രണ്ടാമത് തിന്നാനാണ് കഴിച്ചോളി 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 കഴിച്ചോളി. ഇവിടെ ഉണ്ടാവില്ല അപ്പോൾ
നമ്മളടുത്ത പോയിൻ്റാണിത്. നിങ്ങൾ ചാർജ് ചെയ്യാൻ പോരുകയാണ് പറഞ്ഞിട്ട് നിങ്ങൾ ഫോൺ എന്തെങ്കിലും അത് പോയിക്കണേ എന്താണ് അതിന്റെ ഫോണെന്ന് കൊടുത്തത്? അങ്ങനെ നമ്മൾ ലാസ്റ്റ് പന്തലൂർ എത്തിയത്. ഇവിടുന്ന് കുറച്ചുകൂടെ പോയിട്ട് റൈറ്റ് എടുത്തിട്ട് വേണം നമുക്ക് സുൽത്താൻ ബത്തേരി പിടിക്കാൻ. ഈ ആനവണ്ടി എപ്പോഴും പണി വരും. എന്താ വ്യൂ, എന്താ റോഡ്. രണ്ടാളും കൂടെ ഉള്ള ബാക്കിൽ ഷുവറല്ലേ? ഇല്ലല്ല, അവിടെ ഉണ്ട്. നല്ല രസമുള്ള റൂട്ടല്ലേ?
വീണ്ടും ഞങ്ങൾ വെത്തക്കുന്ന തുടങ്ങിയിരുന്നു. നല്ല രസമുണ്ടോ? അത് ഓരോ പഴം കൊടുത്തോളി, പഴം കൊണ്ടോളി, പഴം കൊണ്ടോളി. മുട്ടാ ഏഴുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ റിസോർട്ടിലേക്ക് പോകുന്ന 7 കിലോമീറ്റർ കൂടെ ഉണ്ട്. നമ്മളവിടെ എത്തുന്ന പ്രതീക്ഷയാണ്. പക്ഷേ എല്ലാ എൻ്റർടൈൻമെൻറ്റും കഴിഞ്ഞ് ഏകദേശം 5 മണിയായി. 6 കിലോമീറ്റർ, ഓൾമോസ്റ്റ് 1/2 കിലോമീറ്റർ അല്ല 1/2 മണിക്കൂർ കൊണ്ട് നമ്മൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റേ ഉള്ള റിസോർട്ട്, കാലിസ്റ്റ. എങ്ങോട്ട് പോണ്? ഒരാളെന്നാ മതി. കാല് നീട്ടിയിരുന്ന നല്ല സുഖം ഉണ്ടാവും. ഞാൻ ഒന്ന് ഊഞ്ഞാലാവട്ടെ. നൗഫലെ നമുക്കിതിലൊന്നും കുരിശി വാ. ഏതാണ് റൂമൊക്കെ തന്നെ? 4 റൂമാണുള്ളത്. ഇത് ഒന്നിൽ എത്ര ആൾക്ക് കിടക്കാൻ പറ്റും? ആ 2 ബെഡുണ്ട്, ഒരു കിങ് സൈസ് ഒരു ക്വീൻ സൈസ്. 2 റൂമുണ്ടോ? പിന്നെ എക്സ്ട്രാ ബെഡ് വേണമെങ്കിൽ കിട്ടൂലേ? അവിടെ 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 ശാന്തമായ സ്ഥലത്ത് പോകാം. നമുക്ക് ശാന്തതയാണ് ആവശ്യം. പച്ചപ്പ് ആധാരൊക്കെ പോയാലും മതി പൂളിൻ്റെ അടുത്ത്. അപ്പം നമ്മളെ റൂം ഇതാ തുറന്നിക്കണോ? അപ്പോൾ ഈ റൂമിലാണ് ഞങ്ങൾ. ഇതാണ് നമ്മുടെ റൂം. ഫസ്റ്റ് നേരെ എൻ്റർ ചെയ്യണത് ഒരു ഡബിൾ കോട്ട്, പിന്നെ നേരെ വരുന്നത് ഒരു ട്രിപ്പിൾ കോട്ടും. കുഴപ്പമില്ല, സെറ്റപ്പ് റൂം. ടി വി ഒക്കെ കണ്ടിട്ടോ, പക്ഷെ അതൊന്നും കാണാനുള്ള സമയം ഉണ്ടാവില്ല. ഞാൻ എന്തായാലും ഇവിടെ എൻ്റെ ഫോണ് ക്യാമറ ഒക്കെ ഒന്ന് ചാർജ് ചെയ്യട്ടെ.